അറബിക്കടലിൽ ഈ വർഷം ആദ്യം രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ബിപോർജോയ്. ബംഗ്ലാദേശുകാരാണ് ഈ ചുഴലിക്കാറ്റിന് ബിപോർജോയ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ദുരന്തം എന്നാണ് ബിപോർജോയ് എന്ന വാക്കിന് ബംഗാളിൽ അർത്ഥം വരുന്നത്. ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൽ 3 ആഴ്ചക്കിടെ രൂപപ്പെടുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റാണിത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോച്ച ചുഴലിക്കാറ്റ് ബംഗ്ലാദേശിലേക്കും മ്യാൻമറിലേക്കും വൻ നാശമാണ് വിതച്ചിരുന്നത്. ഇതിനു പിന്നാലെയാണ് ആശങ്ക വിതച്ചുകൊണ്ട് ബിപോർജോയ് എത്തുന്നത്. ബിപോർജോയ് എന്ന മാരക ചുഴലിക്കാറ്റ് ഉണ്ടാകുവാനിടയുള്ള ആഘാതം പരമാവധി കുറയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് ഗുജറാത്ത് ഭരണകൂടവും കേന്ദ്ര സർക്കാരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് തീരത്തിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റുള്ളത്. ഇന്ന് വൈകിട്ട് 4-നും 8-നും ഇടയിൽ ബിപോർജോയ് ഗുജറാത്ത് തീരത്തേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഗുജറാത്ത് തീരത്തെത്തുമ്പോൾ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 130 മുതൽ 150 വരെയായിരിക്കും. ഗുജറാത്തിനും പാകിസ്ഥാന്റെ സിന്ധു പ്രവിശ്യയ്ക്കുമിടയിലൂടെ കാറ്റ് രാജസ്ഥാനിലേക്ക് നീങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. ഗുജറാത്തിലെ 8 ജില്ലകളിലാണ് പ്രധാനമായും വലിയ ആഘാതം ഈ ചുഴലിക്കാറ്റ് ഉണ്ടാക്കുക എന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ മേഖലകളിലാണ്. കച്ച് ജില്ലയുടെ തീരത്ത് നിന്നും 35,822 പേർ ഉൾപ്പെടെ ഗുജറാത്തിലെ 8 തീരദേശ ജില്ലകളിൽ നിന്ന് 75,000-ത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇവർക്കായി പ്രത്യേക ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ഇനി ബിപോർജോയ് ചുഴലിക്കാറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബിപോർജോയ് വൈകിട്ടാണ് കര തൊടുക. ഇതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഗുജറാത്തില് കനത്ത ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുക കച്ച് അതുപോലെ തന്നെ സൗരാഷ്ട്ര മേഖലകളിലാണ്. കൂടാതെ കച്ച്, ജുനഗഡ്, ദ്വാരക, പോർബന്ദർ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റും വീശുവാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്നും ഏകദേശം 75,000-ത്തോളം ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഇവിടങ്ങളിൽ നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിപ്പിക്കുകയും അതുപോലെ തന്നെ പൊതുഗതാഗതം നിർത്തുകയും ട്രെയിൻ സർവീസ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ബീച്ചുകളും തുറമുഖങ്ങളും എല്ലാം ഈ മേഖലകളിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകളോട് വീടിനുള്ളിൽ തന്നെ തുടരുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ മേഖലകളിൽ 15 NDRF ടീമിനെയും 12 SDRF ടീമിനെയും എന്തും നേരിടുവാൻ സജ്ജമായി നിലനിൽക്കണമെന്നുള്ള നിർദ്ദേശവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയും കാറ്റും ഉള്ളതിനാൽ ഗുജറാത്തിലെ 8 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുംബൈ തീരത്തും അതുപോലെ തന്നെ രാജസ്ഥാനിലും മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. എന്തായാലും കച്ചിലെ ആശുപത്രികളിൽ അടിയന്തര സാഹചര്യം നേരിടുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടിനിടെ ഇതാദ്യമായിട്ടാണ് ഗുജറാത്തിൽ ഒരു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇത്ര വലിയ മുന്നൊരുക്കങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയെ കൂടാതെ ബിപോർജോയ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മറ്റൊരു രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ കാറ്റ് കനത്ത ആഘാതം ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ് പാകിസ്ഥാനിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഗുജറാത്തിലും മഹാരാഷ്ട്രയുടെ തീരപ്രദേശങ്ങളിലും കനത്ത മഴയാണ് ഇപ്പോൾ. പോർബന്ദറിൽ മരങ്ങൾ കടപുഴകി വീണ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശക്തമായ തിരമാലയും ഇവിടെ അടിക്കുന്നുണ്ട്. എന്തായാലും കെട്ടിടങ്ങൾക്കും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടായാലും ജനങ്ങളുടെ ജീവൻ അപായപ്പെടാതിരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങളും ശ്രമങ്ങളുമാണ് ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.